തവണത്തെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ബൈഡനെ പടിക്ക് പുറത്താക്കേണ്ടതും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഭരണം നിഷേധിക്കപ്പെടേണ്ടതും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയോ ഡൊണാൾഡ് ട്രംപിന്റെയോ മാത്രം ആവശ്യമായിരുന്നില്ല. അത് അറബികളുടെ ആവശ്യം കൂടിയായിരുന്നു. അതിനായി അവർ അഹോരാത്രം പണിപ്പെട്ടു. ഒടുവിൽ ബൈഡൻ ഇത്രനാളും ചെയ്തു കൂട്ടിയതിന് ശിക്ഷ വിധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് VRS എടുത്തുകൊടുത്ത് പിരിച്ചുവിട്ട അറബികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഈ വർഷം നവംബർ 5-നാണല്ലോ നടന്നത്. എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളെ ഒന്നാകെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെതിരെ മിന്നും വിജയം കരസ്ഥമാക്കിയത്. എന്നാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇക്കാര്യം വ്യക്തവുമാണ്. എന്നാൽ ഈ വിജയത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു അറബ് അമേരിക്കൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും തന്നെ വന്നിട്ടില്ല. അറബികൾ എങ്ങനെ അമേരിക്കയിൽ വിധി നടപ്പിലാക്കിയെന്ന സംശയം വളരെ സ്വാഭാവികവുമാണ്. വർഷങ്ങളായി തഴയപ്പെട്ടിരുന്ന ഒരു അറബ് വംശത്തിന്റെ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അമേരിക്ക ജനാധിപത്യപരമായ അവസരങ്ങൾ അവർക്ക് നൽകി തുടങ്ങുന്നത്. ഇങ്ങനെ രാഷ്ട്രീയ ഓഫീസുകളിൽ 3.5 മില്യൺ ശക്തമായ അറബ് അമേരിക്കൻ സമൂഹത്തിന് പ്രാതിനിധ്യവും സ്വാധീനവും നേടിക്കൊടുത്ത രാഷ്ട്രീയ ഭൂമികയായി പിന്നീട് അമേരിക്ക പരിവർത്തനപ്പെടുകയായിരുന്നു. ലോകത്തെ ആകമാനം വിഷമിപ്പിച്ച ഗാസയിലെ വംശഹത്യയുടെ പശ്ചാത്തലത്തിലാണ് ഇവർ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുന്നത് പോലും. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലെ അമേരിക്കയുടെ നിർണായക പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പോലും. ഈ സംഘർഷം ഒരു ദേശീയ ധാർമ്മിക പ്രശ്നമാക്കി മുൻനിർത്തിയാണ് ആദ്യമായി അറബ് അമേരിക്കൻ വംശജരെ തെരഞ്ഞെടുപ്പ് വോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്ര നാളും ഇല്ലാതിരുന്ന വോട്ടവകാശം 3.5 മില്യൺ ജനതയ്ക്ക് കൈവന്നതോടെ അമേരിക്ക അതിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ ലിബറൽ മൂല്യങ്ങളുടെ വക്താക്കളായിട്ടും ഈ ചെറിയ സമൂഹത്തിന്റെ രാഷ്ട്രീയ സമീപനങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കഴിഞ്ഞില്ല. അവർ ആ വിഷയത്തിൽ തോറ്റുപോവുകയായിരുന്നു. ഇവരുടെ തലമുറയിലെ യുവത്വത്തിന്റെ പൗരരോഷവും അതിന്റെ തീവ്രതയും മനസ്സിലാക്കാൻ ഡെമോക്രാറ്റ്സിന്റെ മനസ്സിന് വലിപ്പമുണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അവഗണനയ്ക്ക് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്തു. ഒരു വിൻറ്റേജ് ഓൾഡ് അമേരിക്കൻ കഥയാണ് അറബ് അമേരിക്കൻ സമൂഹത്തിന് പറയാനുള്ളത്. അമേരിക്കയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അവരുടെ ക്ഷേമത്തിന് ഭീഷണി ഉണ്ടാക്കുകയും നടപടിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 67% വരുന്ന ക്രിസ്ത്യൻ ജനസംഖ്യയിൽ അവരെന്നും തഴയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതോടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി ഭരണത്തിൽ സമ്മർദ്ദം ചെലുത്താൻ അവർ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോഴും വലിയ പ്രൊഫൈൽ ഇല്ലാത്ത കുടിയേറ്റക്കാരായി മാത്രമാണ് അവരെ ഭരണകൂടം നോക്കിക്കണ്ടത്. എന്നാൽ രാഷ്ട്രീയത്തിലേക്കുള്ള ഇവരുടെ തുടക്കം ഡെമോക്രാറ്റിക് പാർട്ടിക്കൊപ്പം തന്നെയാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി ജെസ്സി ജാക്സൺ 1984-88 പ്രസിഡൻഷ്യൽ ക്യാമ്പയിനുകളിൽ ചെറിയ തോതിലുള്ള പങ്കാളിത്തത്തോടെയാണ് അറബ് അമേരിക്കൻ മൊബിലൈസേഷന്റെ തുടക്കകാലം. റെയിൻബോ സഖ്യത്തിന്റെ ഭാഗമായ ഡെമോക്രാറ്റിക് പാർട്ടി കൺവെൻഷൻ പ്രതിനിധികളായ അറബ് അമേരിക്കക്കാരെ ഉൾപ്പെടുത്തിയ ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു ഈ ജാക്സൺ. ബിസിനസ്സുകാർ, പരിസ്ഥിതി പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, ചെറുപ്പക്കാർ, വൃദ്ധന്മാർ, ലെസ്ബിയൻ, സ്വവർഗാനുരാഗികൾ, അംഗവൈകല്യം സംഭവിച്ചവർ എന്നിവരൊക്കെ തന്നെ അദ്ദേഹത്തിന് കീഴിൽ അണിനിരന്നു. അവകാശത്തിന് വേണ്ടി അവർ സമരം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രചാരണം അറബ് അമേരിക്കൻ സമൂഹത്തിനുള്ളിലെ വോട്ടർ രജിസ്ട്രേഷൻ ശ്രമങ്ങൾക്ക് വേഗത നൽകിയെന്നതാണ് മറ്റൊരു കാര്യം. അത് തുടർന്നുള്ള 3 പതിറ്റാണ്ടുകൾ തുടർന്നു പോരുകയും ചെയ്തു. അതായത് അമേരിക്കൻ ഭൂമികയിൽ അറബ് അമേരിക്കക്കാർക്കും അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. 2020 ആകുമ്പോഴേക്കും അറബ് അമേരിക്കക്കാരിൽ 90% പേരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അത്ര നാളും പലർക്കും വോട്ടവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം പരിഹരിക്കപ്പെടുകയായിരുന്നു ഇതിനുശേഷം. 2024 അറബ് അമേരിക്കൻ വോട്ടർമാരുടെ എണ്ണത്തിലും വലിയ രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. മറ്റു ഗ്രൂപ്പുകളുമായുള്ള വിപുലമായ സഖ്യത്തിൽ നിർണായക സ്വിംഗ് സീറ്റുകളിൽ, പ്രത്യേകിച്ച് മിഷിഗൺ, പെൻസിൽവാനിയ എന്നിവിടങ്ങളിൽ ഫലങ്ങളെ സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ളവരാണ് രാജ്യത്തെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നു. 9/11 ആക്രമണങ്ങളും തുടർന്നുണ്ടായ തിരിച്ചടികളും അർത്ഥവത്തായ രാഷ്ട്രീയത്തിൽ ഏർപ്പെടാൻ അറബ് അമേരിക്കക്കാരെ കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അറബ് ജനതയോട് എടുത്തു പറയുകയാണെങ്കിൽ മുസ്ലിം വിഭാഗക്കാരെ ജനങ്ങൾ ഭയത്തോടെ നോക്കിക്കണ്ട നാളുകളായിരുന്നു അത്. ഇസ്ലാമോഫോബിയയ്ക്ക് സമൂഹത്തിൽ വലിയ പ്രചാരം ലഭിച്ചതോടെ പലരും തീവ്രവാദികളായി മുദ്രകുത്തപ്പെടാൻ തുടങ്ങി. ഇതിനെതിരെ നിലപാടുകൾ എടുക്കാൻ രാഷ്ട്രീയ പങ്കാളിത്തം അവർക്ക് അനിവാര്യമായി തീർന്നു. അതിന്റെ അനന്തരഫലമായി കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അറബ് അമേരിക്കക്കാർ പൊതുമേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും എല്ലാ തലങ്ങളിലും പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രാദേശിക, നഗര, കൗണ്ടി സംസ്ഥാനങ്ങൾ മുതൽ സംസ്ഥാന ഫെഡറൽ സ്ഥാനങ്ങൾ വരെ ഇന്നവർ അലങ്കരിക്കുന്നുണ്ട്. തങ്ങളുടെ ഘടകകക്ഷികൾ അവരെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തതിനാലാണ് തങ്ങൾ വിജയിച്ചതെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു. മിഷിഗണിലെ റാഷിദ തെലബ്റ്റിനെ പോലെ സംസ്ഥാന ദേശീയ കോൺഗ്രസ് സീറ്റുകൾ നേടിയ സ്ഥാനാർത്ഥികൾ 100 കണക്കിന് ചെറുപ്പക്കാരായ അറബ് അമേരിക്കക്കാരെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിപ്പിക്കാൻ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
നഗര രാഷ്ട്രീയത്തിലെ വിജയകരമായ അനുഭവങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ എങ്ങനെ സ്വാധീനിക്കാമെന്നും സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താമെന്നും മുഴുവൻ സമൂഹത്തെയും എങ്ങനെ സേവിക്കാമെന്നും ബോധവൽക്കരിക്കാൻ ഒരു ചെറിയ സമൂഹത്തിന് ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാദേശികമായി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ അവർ പ്രാവീണ്യം നേടിയിരിക്കുന്നു. വർഷങ്ങളായി കെട്ടിപ്പടുക്കപ്പെട്ട ഈ നീക്കം 2024 പ്രതിബദ്ധതയില്ലാത്ത പ്രസ്ഥാനത്തിലേക്ക് ഒന്നിക്കുകയാണ്. ഫലസ്തീനിലും ലെബനനിലും വംശഹത്യ നടത്തുന്ന ആക്രമണങ്ങൾ നടത്താൻ ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനെ നിരുപാധികം പിന്തുണച്ചപ്പോൾ അറബ് അമേരിക്കൻ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരായി തങ്ങളുടെ പുതിയ സ്വാധീനം ഉപയോഗിക്കാൻ തുടങ്ങി. അത് ട്രംപിന് ഗുണം ചെയ്തു എന്നതാണ് മറ്റൊരു കാര്യം. യുദ്ധത്തിലെ ജയപരാജയങ്ങൾ മത്തുപിടിപ്പിച്ച ബൈഡൻ ഭരണകൂടത്തെ ഇവർ ശക്തമായി എതിർത്തു. ഡെമോക്രാറ്റിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരികയാണെങ്കിൽ ലോകത്ത് ഇത് തുടർക്കഥയാകുമെന്ന് അവരുടെ ഭയമാണ് ആരും പരിഗണിക്കാതിരുന്ന കാലത്ത് ചേർത്തു നിർത്തിയ പാർട്ടിയോട് പോലും കലഹിക്കാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ നന്ദികേടെന്ന് ലോകം അതിനെക്കുറിച്ച് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നും അവിടെയുള്ളത് താൽപ്പര്യങ്ങൾ മാത്രമാണ് എന്നുമാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം. മുസ്ലിം വംശജരായ അമേരിക്കക്കാർ, കറുത്ത വർഗ്ഗക്കാർ, ഹിസ്പാനിക്കുകൾ, യുവാക്കൾ, ജൂതന്മാർ, എന്നിവയുൾപ്പെടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വളരെ കാലമായി നിസ്സാരമായി കരുതിയിരുന്ന മറ്റു ഗ്രൂപ്പുകളിൽ നിന്നുള്ള സമാന ചിന്താഗതിക്കാരായ സാമൂഹിക നീതി പ്രവർത്തകരോടൊപ്പം അവർ ചേരുകയും ജനങ്ങളിലേക്ക് ശക്തമായ സന്ദേശം നൽകുകയും ചെയ്തു. അതായത് കുറെ വർഷങ്ങളായി അമേരിക്ക പരിഗണിക്കാത്ത ജനതയെ അവർ കൂടെ നിർത്തി, എന്നിട്ട് വോട്ടിൽ അത് കാണിക്കുകയും ചെയ്തു. ഗാസയിലെ തന്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ ബൈഡനെ പിന്തുണയ്ക്കില്ല എന്നവർ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈമറികളിലെ 10,000-കണക്കിന് വോട്ടർമാർ പ്രതിബദ്ധതയില്ലാതെ വോട്ട് ചെയ്യുന്നതിലൂടെ ഡെമോക്രാറ്റുകൾക്ക് ഒരു വലിയ സന്ദേശം അയക്കുമെന്ന് പ്രചാരണം പ്രതീക്ഷിച്ചു. എന്നാൽ വാസ്തവത്തിൽ ലക്ഷക്കണക്കിന് ഡെമോക്രാറ്റുകൾ ഡസൻ നിർണായക സംസ്ഥാനങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റിൽ നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലേക്ക് 30 പ്രതിബദ്ധതയില്ലാത്ത പ്രതിനിധികളെ അയക്കാൻ ഈ സഖ്യങ്ങൾ മതിയായിരുന്നു. അവിടെ അവർക്ക് പാർട്ടിയുടെ ദേശീയ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുന്നതിന് അവരുടെ സഹപ്രവർത്തകരെ തിരഞ്ഞെടുക്കാനും സാധിച്ചു. പ്രതിബദ്ധതയില്ലാത്ത പ്രസ്ഥാനത്തിന്റെ വിജയത്തിൽ തലമുറകളുടെ പിന്തുണയും പ്രചോദനവും വലിയ ഘടകങ്ങളായിരുന്നു. 3 പതിറ്റാണ്ടായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അറബ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മായ ബെറി പറയുന്നത്, അറബ് അമേരിക്കക്കാർ എപ്പോഴും രാഷ്ട്രീയ സ്ഥാനങ്ങളിലാണ്, എന്നാൽ ചെറിയ സംഖ്യയിൽ, അതിനാൽ അവർക്ക് ചെറിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ്. എന്നിരുന്നാലും ഈ വർഷം പ്രവർത്തിക്കാനുള്ള സമയം വന്നപ്പോൾ അവർ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും വിലപ്പെട്ട അവരുടെ ഉൾക്കാഴ്ചകൾ സിസ്റ്റത്തിന് നൽകുകയും ചെയ്തു. അതാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും. അമേരിക്കൻ അറബികളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കുടിയേറ്റ ചരിത്രം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. 1776 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള അറബ് കുടിയേറ്റം ആരംഭിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അറബ് കുടിയേറ്റത്തിലെ ആദ്യത്തെ വലിയ തരംഗത്തിനു ശേഷം അറബ് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും വലിയ നഗരങ്ങളിലോ സമീപത്തോ സ്ഥിരതാമസമാക്കി. അറബ് കുടിയേറ്റക്കാരിൽ ഏകദേശം 94% മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത്. അറബ് സംസാരിക്കുന്ന മിക്ക അമേരിക്കക്കാരും പ്രധാന അമേരിക്കൻ നഗരങ്ങളിൽ സമാനമായി സ്ഥിരതാമസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവർ എല്ലാ രാജ്യങ്ങളെയും മതങ്ങളെയും പ്രതിനിധീകരിക്കുന്ന തികച്ചും വൈവിധ്യമാർന്ന ഒരു ജനസംഖ്യയായിരുന്നു. അറബ് അമേരിക്കക്കാരിൽ ഭൂരിഭാഗം പേരും ഏകദേശം 62% സിറിയ, ലെബനൻ, ഇസ്രയേൽ, ഫലസ്തീൻ, ജോർദാൻ എന്നിവ ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ തന്നെ ഭൂരിഭാഗം പേരും ലെബനിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ബാക്കിയുള്ളവർ ഈജിപ്ത്, മൊറോക്കോ, അൾജീരിയ, ഇറാഖ്, ലിബിയ, ഗൾഫ്, മറ്റ് അറബ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് എത്തപ്പെട്ടത്. അറബ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് അമേരിക്കയിൽ ഏകദേശം 3.5 ദശലക്ഷം അറബ് അമേരിക്കക്കാരുണ്ട്. അറബ് അമേരിക്കക്കാർ 50 സംസ്ഥാനങ്ങളിലും വാഷിംഗ്ടൺ DC-യിലും താമസിക്കുകയും ചെയ്യുന്നു. 94% പ്രധാന നഗരങ്ങളിലെ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് എന്നാണ് കണക്കുകൾ. 2010-ലെ US സെൻസസ് അനുസരിച്ച് അറബ് അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ശതമാന നഗരം ഡിസ്ട്രോയിറ്റിന്റെ തെക്കുപടിഞ്ഞാറൻ പ്രാന്തപ്രദേശമായ മിഷിഗണിലെ ഡിയർബോൺ ആണ്. അതായത് ഇവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. അപ്പോൾ ബൈഡനെ പുറത്താക്കിയ അറബ് ബുദ്ധിയെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിൽ കുറിക്കൂ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.